ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. ഗൗരഭാഗവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14-ാം തീയതി ഗൗരപൂർണിമയാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ചൈതന്യ മഹാപ്രഭു അവതരിച്ച ദിവസം. ആദ്യമായിട്ട് ലൈവിൽ വരുന്ന ഭക്തർക്കായിട്ട് ഞാൻ പറയുകയാണ്, ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തന്നെ അവതാരമാണ്. ഓരോരോ യുഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഓരോ യുഗങ്ങൾ മാറുന്നതിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറുന്നു, വ്യക്തികളുടെ മനോഭാവം മാറുന്നു. അപ്പോൾ കലിയുഗത്തിലുള്ള വ്യക്തികളുടെ ആയുസ് വളരെയധികം കുറവാണ് മറ്റു യുഗങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ. ആരോഗ്യസ്ഥിതിയും വളരെ മോശപ്പെട്ടതാണ്. ബുദ്ധിയും വളരെ കുറവാണ്. പൊതുവേ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ വളരെ ബുദ്ധിശാലികളായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. പുതിയ പുതിയ ടെക്നോളജി വരുന്നു, പുതിയ പുതിയ പല രീതിയിൽ നമുക്ക് വളരെ വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നമ്മുടെ കംഫേർട്ട്സ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പൊതുവെ ബുദ്ധി എന്ന് കരുതുന്നത്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇതിനു മുമ്പേ ഉള്ള യുഗങ്ങളിൽ താമസിച്ചിരുന്ന വ്യക്തികൾക്കൊന്നും ഇത്രയും സുഖസൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കാരണം നമുക്കറിയാവുന്ന ഇതിഹാസം, സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ഇങ്ങനെ ഹിസ്റ്ററിയെ വളരെ ഡീപ്പായിട്ട് പോയി അന്വേഷിക്കാറൊന്നും ഇല്ല. നമ്മൾ ഒരു നമ്മുടെ ആയുസ് എത്രയാണോ, ഇപ്പോൾ ഒരു 37 വയസ്സിനുള്ളിൽ, ഇപ്പോൾ അടിയൻ്റെ പ്രായം പറഞ്ഞു 37 വയസ്സിനുള്ളിൽ നമ്മൾ കണ്ടതും കേട്ടതും എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളൊരു ചിന്താഗതിയിൽ എത്തുന്നത്. പക്ഷെ തീർച്ചയായിട്ടും എനിക്കൊരു ഭാഗ്യം ലഭിച്ച ഈ ഒരു ഗുരു പരമ്പര, അന്നേരം അത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, ആചാര്യന്മാരുടെ ആ പരമ്പരാഗതമായിട്ടുള്ള ഒരു സാക്ഷാത്കാരവും കൂടെ ഇതിനകത്ത് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സത്സംഗം എല്ലാവർക്കും ഇത്രയും പ്രയോജനകരമാകുന്നത്. പക്ഷെ അതിനെ മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ആ പ്രായത്തിനുള്ളിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ കേട്ട കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങൾ, ഞാൻ ആധ്യാത്മിക പഠനത്തിനെ മാറ്റിവെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വായനയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ഇതിനു മുമ്പേ ഉള്ള യുഗങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? പക്ഷേ ആ യുഗങ്ങളിൽ നടന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയ വ്യക്തികൾ, നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ മുൻ യുഗങ്ങളിൽ നടന്ന കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ള വ്യക്തികൾക്കേ അറിയാൻ കഴിയൂ അന്നെങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ ഹിസ്റ്ററി ബുക്സ് ഒക്കെ പഠിക്കുന്ന വ്യക്തികൾ അവരുടേതായിട്ടുള്ള റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ, റിസർച്ച് എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള ഈ ആർക്കിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സർവേ എവിഡൻസസിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടേതായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ കണ്ടുപിടിക്കാനായിട്ട്. എത്ര പഴക്കം ഉണ്ടായിരുന്നു, എത്ര ഇതായിരുന്നു എന്നൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പൊതുവെ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരുപാട് ഡീപ്പായിട്ട് പോയി അതിൻ്റെ എസൻസ് കണ്ടുപിടിക്കാനൊന്നും ഇന്നത്തെ മോഡേൺ സയൻസിന് കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്. അന്നേരം ഈ സയൻറ്റിഫിക് പ്രോസസ്സിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന കംഫേർട്സ്, അതായത് നമുക്ക് വേഗതയിൽ യാത്ര ചെയ്യാൻ കഴിയുന്നു, താമസ സൗകര്യങ്ങൾ, അതായത് ചൂട് കാലത്ത് നമുക്ക് തണുപ്പിൻ്റെതായിട്ടുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് ചൂട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ മരുഭൂമിയെ പോലും വലിയൊരു ആക്കി മാറ്റാൻ കഴിയുന്നു. ഇതൊക്കെ നമ്മൾ ടെക്നോളജിയുടെ പ്ലസ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺസ്, ഫാസ്റ്റ് ഇന്റർനെറ്റ്, ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലുള്ള വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ അഡ്വാൻസ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നു. കാരണം ഇതിനു മുമ്പേ നമ്മുടെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും പരിചയമില്ലാത്തത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നു ഇതിനു മുമ്പേ ഉള്ള ജനറേഷൻ ഇതിൽ നിന്നും ബാക്ക്വേർഡ്സ് ആയിരിക്കും, അല്ലെ അത്രയ്ക്ക് അധപ്പതിച്ച വ്യക്തികളായിരിക്കും, അവർക്ക് ഇന്റലിജൻസ് ഇല്ല എന്നൊരു ഊഹത്തിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. പക്ഷെ ഇത് കലിയുഗത്തിന്റെ തുടക്കത്തിലാണ് ഈ സിദ്ധികളൊക്കെ എല്ലാവർക്കും നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദ്വാപര യുഗം വരെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഒരുപാട് അമാനുഷിക ശക്തികളുണ്ടായിരുന്നു.
അവർക്ക് ഒരുപാട് സിദ്ധികളും ഒരുപാട് കഴിവുകളും അവർക്ക് ഈ ടെക്നോളജിയെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടില്ല. ടെക്നോളജി ഇല്ലാതെ തന്നെ അവർക്ക് ടെക്നോളജിയുടെ എല്ലാ ഫെസിലിറ്റീസും ഏറ്റവും പരമോന്നത തലത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഉദാഹരണത്തിന് വേറൊരു സ്ഥലത്ത് എന്താ നടക്കുന്നു, മറ്റു വ്യക്തികളായിട്ട് എന്താ സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവർക്കൊരു ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സിദ്ധികൾ വെച്ച് അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ ഒരു വിമാനത്തിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വിമാനങ്ങളുണ്ടായിരുന്നു. അവരുടെ സിദ്ധികൾ ഉപയോഗിച്ച് അവർക്ക് പറക്കാൻ കഴിയും. പക്ഷെ ഒരു പ്രത്യേകതരം വിമാനങ്ങളുണ്ടായിരുന്നു, മന്ത്രശക്തിയാൽ പറക്കുന്ന വിമാനങ്ങൾ, ദേവലോകവാസികൾക്കായിട്ടുള്ള വിമാനങ്ങൾ, അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വേറൊരു ടെക്നോളജി ഉണ്ടായിരുന്നു ഈ മുൻ യുഗങ്ങളിൽ. പക്ഷെ കലിയുഗം ആരംഭിച്ചപ്പോൾ മുതൽ, അതായത് പ്രത്യേകിച്ച് ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായ മുതൽ, അതായത് ഭഗവാൻ ഇല്ല എന്നല്ല, ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച ആ സമയത്ത് ആ ഒരു ലീലകളൊക്കെ ചെയ്തിട്ട് ഭഗവാൻ തിരിച്ചു പോയപ്പോൾ മുതൽ കലിയുഗം ആരംഭിക്കുകയാണ്. ആ ഒരു കലിയുഗത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അന്നേരം ആ ഒരു കലിയുഗത്തിന്റെ പ്രാരംഭം മുതൽ തന്നെ ഈ സിദ്ധികളെല്ലാം ഏകദേശം എല്ലാവർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എല്ലാ തരത്തിലുള്ള കഴിവുകളും അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്ത് പല കലിയുഗത്തിനൊക്കെ വേണ്ടി, അതായത് ഇപ്പോഴത്തെ മോഡേൺ ഏജിന് വേണ്ടി പുതിയ പുതിയ ടെക്നോളജിയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു മുൻ യുഗങ്ങളിൽ എല്ലാവരും ഇങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലാത്ത വ്യക്തികളായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇന്നത്തെ മോഡേൺ ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിലും, ഇന്നത്തെ സയൻറ്റിഫിക് ടെക്നോളജിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും, മുൻ യുഗങ്ങളിലുള്ള വ്യക്തികൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉപയോഗിക്കുന്ന റിസർച്ച് എത്ര പഴക്കമുണ്ടായിരുന്നു, മുൻ യുഗങ്ങളിലുള്ളവർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഓരോ കൺക്ലൂഷൻ പറയുന്നു, ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും, അതൊന്നും ശരിയാവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഈ റീസെൻറ്റ് ഹിസ്റ്ററിയാണ് നമ്മൾ ഇതിലൂടെ വ്യക്തമാക്കുന്നത്, റീസെൻറ്റ് സ്റ്റഡീസ് മാത്രമാണ്. ഇത് പുറമോട്ട് പോകുന്തോറും ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പേ അതിനും മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടാൻ വളരെ ചാൻസസ് കുറവാണ്. അന്നേരം അങ്ങനെ ആ സമയത്തുള്ള കാലപ്പഴക്കമുള്ള അവശിഷ്ടങ്ങളൊക്കെ മൃഗങ്ങളുടെ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമ്മൾ കൂടുതൽ വിശദമായിട്ട് അതൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ നമുക്ക് ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 200-300 വർഷങ്ങളുടെ റിസർച്ചാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 400 വർഷത്തിൻ്റെ റിസർച്ചും റിസൾട്ട്സും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ മോഡേൺ ജനറേഷൻ പുരോഗമിക്കുന്നു എന്നല്ല, ഇതിൽ നമുക്ക് അഹങ്കരിക്കത്തക്കൊണ്ട് ഒന്നുമില്ല. നമുക്ക് ഒരുപാട് ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇതിന് മുൻ യുഗങ്ങളിലുള്ള വ്യക്തികൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരാൽ എഴുതിയതാണെങ്കിലും അതിനു മുമ്പേ എക്സിസ്റ്റൻസിലുണ്ട്. അത് ആദ്യമായിട്ട് എഴുതിയ വ്യക്തികൾ മനുഷ്യരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ് വേദഗ്രന്ഥങ്ങളൊക്കെ. അത് മനുഷ്യരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ, അത് ഗുരുപരമ്പരയിലൂടെ വന്നപ്പോൾ, അത് പിന്നെ കലിയുഗത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ വ്യാസമഹർഷി ശിഷ്യർക്കായിട്ട് എഴുതുകയാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടി എഴുതുകയാണ്. അങ്ങനെയാണത് എഴുത്തിൻ്റെ രൂപേണ അത് വന്നിരിക്കുന്നത്. പക്ഷെ അതിലെ ആ കണ്ടന്റ് നേരത്തെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അതായത് ഒരു പ്രൊഫസറിൻ്റേതായിട്ടുള്ള രീതിയിൽ കോളേജുകളിൽ പഠിച്ച കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ബുക്കിൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ എഴുതുന്നതിന് മുമ്പേ ആ അറിവുകളൊന്നും ഇല്ലായിരുന്നു എന്നല്ലല്ലോ, അതെന്നും ഉണ്ട് അല്ലേ? ഉദാഹരണത്തിന് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ സമയത്ത് ന്യൂട്ടൺ ചിന്തിച്ചു, ഈ എന്താ പറയുന്നത്, ഭൂമിയിൽ നിന്ന് എന്നും മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴോട്ട് വീഴും, ആ ഗ്രാവിറ്റേഷണൽ ഒരു ഗുരുത്വാകർഷണം ഭൂമിക്കുണ്ട് എന്നുള്ള ഒരു സിദ്ധാന്തം അദ്ദേഹമാണല്ലോ പറഞ്ഞത്. അദ്ദേഹം കണ്ടുപിടിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു എന്ന് പറയാം. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പേ ആർക്കും ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവില്ല എന്നാണോ? അല്ലല്ലോ അല്ലേ? അത് മുകളിലോട്ടൊരു സാധനം ഇട്ടാൽ താഴോട്ട് വീഴും എന്നൊരു സാമാന്യ ബോധം ആർക്കും ഇല്ല എന്നാണോ? അല്ല.
ഇന്ന് മോഡേൺ ആ ഒരു സിദ്ധാന്തത്തെ ആളുടേതായിട്ടുള്ള രീതിയിൽ ഫിസിക്സിൽ, സയൻസിൽ കൂടുതൽ റിസർച്ച് നടത്തി അതെന്താണ് ആ ഗുരുത്വാകർഷണം എന്നൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. അല്ലാതെ ഗുരുത്വാകർഷണം ഉണ്ടാക്കിയത് ന്യൂട്ടൺ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതായത് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ എല്ലാ സാധനങ്ങളും താഴോട്ട് തന്നെയാണ് വീഴുന്നത്, അല്ലേ, വീണിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്, ഇനി എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അന്നേരം മോഡേൺ സയൻസിനെ നമുക്ക് എന്താ പറയുന്നത്, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ പ്രപഞ്ച നിയമങ്ങളെ ഉണ്ടാക്കിയെന്നും പറയാൻ കഴിയില്ല. പ്രപഞ്ച നിയമങ്ങളെ പഠിക്കുന്നു, പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊരു ഏകദേശം ധാരണ. പക്ഷേ ആധ്യാത്മിക പഠനങ്ങൾ, ശാസ്ത്രങ്ങൾ, അതിനും അപ്പുറത്തായിട്ടുള്ള ഈ സിദ്ധാന്തങ്ങൾ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഈ നിയമങ്ങൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, ഈ പ്രപഞ്ചം എന്താണ് ഇതിൻ്റെയൊക്കെ ആധാരം എന്നുള്ള രീതിയിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അതാണ് ആധ്യാത്മിക പഠനങ്ങൾ. അതുകൊണ്ട് നമുക്ക് അതിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. എന്തായാലും ഇന്നത്തെ ചർച്ച നമുക്ക് ഭാഗവത്തിലേക്ക് കിടക്കാം. നമ്മൾ അത് ഇപ്പോൾ ഇന്നൊരു അവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഊഹാപോഹമോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ബാലരമ അങ്ങനെയുള്ള കോമിക്സ് പോലെയുള്ള ഒരു കെട്ടുകഥകളൊന്നുമല്ല. യാഥാർത്ഥ്യമാണ്. ഇതൊരു ഡീപ്പ് സയൻസ് ആണ്, സ്പിരിച്വൽ സയൻസ് ആണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. വളരെ ഡീപ്പായിട്ട് ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് പഠിക്കാൻ കഴിയും, നമ്മുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സർവോപരി ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നമ്മളാകുന്ന ആത്മാവ് എന്താണെന്ന് ആ ഒരു വാസ്തവികത നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. സോളാണല്ലോ ഇതിനകത്തുള്ള യഥാർത്ഥ ഫോഴ്സ്. ബാക്കി എല്ലാ ഫോഴ്സും അതിൻ്റെ സബ്സെർവൻ്റ് മാത്രമാണ്, അതായത് സെക്കൻഡറിയാണ്. ആത്മാവ് പ്രവർത്തിക്കാതെ ശരീരവും മനസ്സോ ഒന്നും പ്രവർത്തിക്കത്തില്ല, ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കത്തില്ല. അന്നേരം ഇതിനകത്തിരിക്കുന്ന നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് ആ ആത്മാവിനെ മനസ്സിലാക്കുക, ആത്മാവിൻ്റെ സ്രോതസ്സായ പരമാത്മാവിനെ മനസ്സിലാക്കുക. അതാണ് ഡീപ്പ് സയൻസ്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കാരണം പൂന്താന ദിനം ആഘോഷത്തിലായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ പൂന്താന ദിനം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കാൻ കഴിഞ്ഞു. കൂടുതൽ വീഡിയോസ് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും, എല്ലാവർക്കും അത് ശ്രദ്ധിക്കാം കേട്ടോ. ഇന്നത്തെ ഗൗരഭാഗവതം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗുരുപ്രണാമ മന്ത്രങ്ങൾ ഒരുവിടാം. പിന്നെ ഗൗരഭാഗവതം എന്താണ്, ആദ്യമായിട്ട് ലൈവിൽ വരുന്ന ഭക്തർക്കായിട്ട് പറയുകയാണ്, ആദ്യമായിട്ട് ഈ സത്സംഗം കേൾക്കുന്ന ഭക്തർക്കായിട്ട്. ഗൗരഭാഗവതം എന്ന് പറഞ്ഞാൽ ഗൗരാംഗ ഭാഗവതം. ഗൗരാംഗ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഗൗര നിറമുള്ളവൻ്റെ ചരിതം എന്ന് വേണമെങ്കിൽ നമുക്ക്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള ചരിതം, ഭക്തരെ കുറിച്ചുള്ള ചരിതം. അന്നേരം ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഭഗവാന്റെ കംപ്ലീറ്റ് ചരിതം പറയുന്നതാണ്. അന്നേരം ഇവിടെ ഗൗരഭാഗവതം അല്ലെങ്കിൽ ഗൗരാംഗ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഗൗരാംഗം, ഭഗവാനെ കുറിച്ച് പറയുന്ന ചരിതം. എന്താണ് ഗൗരാംഗം എന്ന് പറയുന്നത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു അവതാരമാണ് ഗൗരാംഗൻ എന്ന്. ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചിരുന്നു 500 വർഷങ്ങൾക്ക് മുമ്പേ. അത് കഴിഞ്ഞ കുറേ സത്സംഗങ്ങളിൽ ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും ഒരു ഊഹാപോഹമല്ല, കെട്ടുകഥകളുമല്ല, യാഥാർത്ഥ്യമാണ്. പല പുരാണങ്ങളിലും ശ്രീമദ് ഭാഗവത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അവതാരത്തെക്കുറിച്ച്. പൊതുവേ ഇന്നത്തെ കാലത്തും കുറച്ച് നാളുകൾ പുറമോട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു ട്രെൻഡായിരുന്നു. അതായത് പ്രത്യേകിച്ച് 90കളിൽ എല്ലാവരും ഭഗവാൻ ഏതെങ്കിലും ഒരു പോപ്പുലറായിട്ടുള്ള സ്വാമിയായി കഴിഞ്ഞാൽ ഉടനെ ഈശ്വരനാവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാജിക് കാണിച്ചിട്ട് ഈശ്വരനാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത്, ഒരു വിശ്വാസമല്ല ഇത്, ഒരു അന്ധവിശ്വാസമല്ല ഇത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രോപ്പറായിട്ടുള്ള ശാസ്ത്രിക് റെഫറൻസുകളുടെ അടിസ്ഥാനത്തിലാണ്, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗൗരാംഗ ഭാഗവതം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെ കലിയുഗത്തിലുള്ള വ്യക്തികൾക്കായിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതായത് ഭഗവാൻ തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു നൽകാനും, കലിയുഗത്തിൽ ഭക്തി എങ്ങനെ നമ്മൾ ആചരിക്കണം, ഭക്തിയിലൂടെ നമുക്ക് എല്ലാ കഴിവുകളും നമുക്ക് എങ്ങനെ നേടിയെടുക്കാം,
പരമോന്നത സിദ്ധികൾ എങ്ങനെ ലഭിക്കാം. ആ പരമോന്നത സിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൗതിക ലോകത്തെ നിന്ന് രക്ഷപ്പെട്ട് ജനന മരണ ജരാവ്യാധിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമുക്ക് എങ്ങനെ ഭഗവാന്റെ ലോകത്തേക്ക് പോകാം, പരമോന്നത മോക്ഷപ്രാപ്തിയിലേക്ക് എങ്ങനെ എത്താം എന്ന പരമോന്നത അറിവുകളാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകുന്നത്. ഓരോന്നോരോന്നായിട്ട് അത് മഹാപ്രഭുവിൻ്റെ ജീവിതചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ചൈതന്യ മഹാപ്രഭു ദീക്ഷ എടുക്കുകയാണ് ഈശ്വർപുരിയിൽ നിന്നും. ദീക്ഷ എടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ഭഗവാൻ ഒരുപാട് മാറ്റങ്ങൾ കാണിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് അത് നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കണം. ആദ്യമായിട്ട് കേൾക്കുന്നവരും ഇതിനു മുമ്പേ കേട്ടവരും ഒന്നും കൂടെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. എന്താണ് ഈ മാറ്റങ്ങൾക്ക് വരാൻ കാരണം? ഭഗവാൻ എപ്പോഴും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഒരു മാറ്റമില്ല. നമുക്ക് ആർക്കും ഭഗവാനാകാൻ കഴിയില്ല. ഭഗവാനും നമ്മൾ എന്നും ഭഗവാന്റെ ദാസന്മാരുമാണ്, സേവകരുമാണ്. അത് നിത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. മകൻ ഒരിക്കലും അച്ഛനാകാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ അച്ഛൻ ഫിക്സ്ഡ് ആണ്. അത് എന്നും നമ്മുടെ അച്ഛൻ തന്നെ ആയിരിക്കും, അല്ലേ? മകൻ ഒരിക്കലും അച്ഛൻ്റെ അച്ഛനാകാൻ കഴിയില്ലല്ലോ. അതേപോലെയാണ് ഭഗവാൻ എന്നും ഭഗവാനാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാനേ കഴിയൂ. അത് സേവനം ചെയ്യാൻ മാത്രമേ കഴിയൂ എന്ന് പറയുന്നത് അത് പോരായ്മയല്ല. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതായത് ഒരു മകൻ അല്ലെങ്കിൽ മകൾ അച്ഛനും അമ്മയെ ബഹുമാനിക്കുകയും അച്ഛനമ്മ പറഞ്ഞ് കേൾക്കുകയും ജീവിക്കുക എന്നത് ഒരു കോമൺ സെൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു മുതലാളിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ, അവരിൽ നിന്ന് മുതലാളി എന്താ പ്രതീക്ഷ? ഇവിടെ ഒരിക്കലും നമ്മൾ എന്താ പറയുക, കമ്മ്യൂണിസമോ ക്യാപിറ്റലിസമോ പറയുന്നതല്ല. പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തികളോട് എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം അത് പാലിക്കുക എന്നതാണ്. അതിനു വേണ്ടിയാണല്ലോ അവർ ജോലിക്കാരായിട്ട് അവിടെ നിൽക്കുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അതിനു വേണ്ടിയല്ലേ. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആ പോലീസ് മേധാവി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള താഴ്ന്ന ഓഫീസേഴ്സിന് ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അതെന്തിനു വേണ്ടിയാണ്? അവരത് പാലിക്കാൻ വേണ്ടിയാണ്. അതേപോലെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അതേപോലെ നമ്മളെല്ലാവരും നിത്യവും ഭഗവാന്റെ ഭൃത്യന്മാരാണ്. അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, അത് അറിഞ്ഞാലും ഇല്ലെങ്കിലും അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊഴികെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരിക്കലും തൃപ്തി ലഭിക്കത്തില്ല. അതിന് ശ്രീല പ്രഭുപാദി, അതായത് അടിയന്റെ ഗുരുവിന്റെ ഗുരുവായ ശ്രീല പ്രഭുപാദി ഒരു ഉദാഹരണം നൽകുന്നു. കൈ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ കൈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ശരീരം പൂർണ്ണമല്ല, അല്ലേ? നമ്മുടെ കൈയിൻ്റെതായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോഴാണ് ആ കൈ ഉപയോഗപ്രദമാകുന്നത്. എന്നിട്ട് ഈ കൈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാണ്. അതേപോലെ നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണത വരുന്നത്. എന്നിട്ട് നമ്മൾ വിചാരിക്കുക, അന്നേരം ഭഗവാന്റെ സേവനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? നമ്മുടെ കാര്യങ്ങളും അതിനോടൊപ്പം നടക്കും. അതിൻ്റെ അർത്ഥം ജോലിക്ക് പോകണ്ട, വീട്ടിലെ കാര്യം നോക്കണ്ട എന്നല്ല. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നോക്കുക എന്നതാണ്. അതായത് ഒരു ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ജോലിക്കാരൻ ജോലി കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അവന് ശമ്പളം കിട്ടും. അവന് പിന്നെ അവൻ്റെ ഫാമിലിയെ കുറിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജോലി കറക്റ്റായിട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ശമ്പളം കിട്ടാതെ പോകുന്നതും അല്ലെങ്കിൽ സസ്പെൻഷൻ വരികയോ എന്തെങ്കിലുമൊക്കെ വരുന്നു. കാരണം ആള് കറക്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വേറൊന്നും ആൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മാസം ആ ഒരു ഡേറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ശമ്പളം കിട്ടും. അതിനനുസരിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഇനി ആൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, അല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുകൊണ്ട്, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലിയും ചെയ്യുന്നു. അതേപോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കൊപ്പം തന്നെ ഭഗവാന്റെ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തിയേ പറ്റൂ. നമ്മുടെ 24 മണിക്കൂറിൽ ഭഗവാന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. നമുക്കൊരു കർത്തവ്യമുണ്ട്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. കാരണം നമുക്ക് എല്ലാം പ്രപഞ്ചത്തിൽ നിന്നും ഭഗവാനിൽ നിന്നും ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. അന്നേരം നമുക്ക് ആ ഒരു ഉപകാരസ്മരണ ഉണ്ടായിരിക്കണം, കൃതജ്ഞത ഉണ്ടായിരിക്കണം. അത് നമുക്കില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിവേ, ഇന്നത്തെ നമുക്ക് ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം ഭൂതഗതാമയം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാഷുപാനവീ ദേവി ദയിതായി കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗ വിരുദ്ധ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസ്യ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്യ പാദാംഭോജോ രാധാമദനമോഹനോ. ദിവ്യതുരന്താരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ. ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠസേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭീ വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്വനൈർഗോപിർഗോപിനാഥ ശ്രീസ്തുനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ചൈതന്യ മഹാപ്രഭു ദീക്ഷ എടുത്തതിന് ശേഷം നവദ്വീപിലേക്ക് വരികയാണ്. അപ്പോൾ ഭഗവാന് പഴയതുപോലെ ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കുട്ടികൾ. കാരണം ഭഗവാൻ വലിയ പണ്ഡിതനായിരുന്നു, നമുക്കറിയാമല്ലോ. നിമായി പണ്ഡിതൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ശിഷ്യരുണ്ടായിരുന്നു ഭഗവാന്. നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു അന്ന് ബംഗാൾ. ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരും ഏറ്റവും കൂടുതൽ ഗുരുകുലങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ധാരാളം ശിഷ്യന്മാർ, പല പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് സംസ്കൃതവും വ്യാകരണവും മറ്റ് പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കാൻ വരുമായിരുന്നു. അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു ബംഗാൾ അന്നത്തെ സമയത്ത്.
പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ബ്രിട്ടീഷ് സമയത്ത് പോലും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബംഗാൾ പ്രദേശമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അതിൽ ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ മാത്രമല്ല, ചുറ്റുമുള്ള പല സ്റ്റേറ്റ്സുകളും അതിൽ ഉൾപ്പെട്ടിരുന്നു. ബംഗ്ലാദേശ് അടക്കം എന്നാലോചിച്ച് നോക്കണം. അത്രയ്ക്ക് വലിയൊരു പ്രദേശമായിരുന്നു ബംഗാൾ. ഇത്രയും സ്ഥലത്ത് ബംഗാളിയായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷെ അത് സാധാരണ വ്യക്തികളായിരുന്നു കൂടുതലും ബംഗാളി സംസാരിക്കുന്നത്. പക്ഷെ പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ സംസ്കൃതമൊക്കെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന സമയമായിരുന്നു അന്ന് ബംഗാളിൽ. അതുകൊണ്ട് ദൂരെ നിന്നൊക്കെ എല്ലാവരും ബംഗാളി പഠിക്കാനും സംസ്കൃതം പഠിക്കാനും പല പണ്ഡിതന്മാരെ കാണാനൊക്കെ വരുന്നു. അന്നത്തെ കാലത്ത് ആ ബംഗാൾ പ്രദേശത്തിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു നമ്മുടെ ചൈതന്യ മഹാപ്രഭു. എന്നാലോചിച്ചു നോക്കണം, അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു അന്ന്. അതും ചെറുപ്രായത്തിൽ ഭഗവാൻ അത്രയ്ക്ക് ശിഷ്യരും ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ തിരിച്ചു വന്നതിന് ശേഷം ഭഗവാൻ ആ പഠിപ്പിക്കാൻ അങ്ങനെ അത്ര താല്പര്യം തോന്നുന്നില്ല. കാരണം ഭഗവാന് മനസ്സിലായി, ഇതിനും വലിയൊരു അറിവാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. വേദേഷു സർവേ അഹമൈവ വേദ്യവും. ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഭഗവാനെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ അറിഞ്ഞിട്ടും കാര്യമില്ലേ. അന്നേരം ഭഗവാൻ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ മറ്റു കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ കുട്ടികളെല്ലാം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ടീച്ചറിന് എന്തോ ഒരു മാറ്റം വന്നിരിക്കുന്നു, പഴയ ആളല്ല. അപ്പോൾ ഭഗവാൻ ആ മാറ്റത്തെ കാണിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അതും ഒരു ഭക്തന്റെ ലക്ഷണമാണേ. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ ഏറ്റവും പരമോന്നത അറിവാണ്. പക്ഷെ അതേ സമയത്ത് വ്യക്തമായിട്ടുള്ളൊരു അവസരം കിട്ടുമ്പോൾ മാത്രമേ അത് അവർ പറയാനും പ്രകടിപ്പിക്കാറുള്ളൂ. അല്ലാതെ ഞാൻ വലിയ ഭക്തനാണെന്ന് കാണിക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് അവർ മാത്രം അറിഞ്ഞാൽ പോരെ, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ഒരിക്കലും ശ്രമിക്കത്തില്ലല്ലോ. മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് യഥാർത്ഥ സ്നേഹമല്ല എന്നാണല്ലോ. ഇവിടെ പക്ഷെ നിമായി പണ്ഡിത് സാക്ഷാൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ മാറിയിട്ടൊന്നുമില്ല, ഞാൻ അതേ പഴയ വ്യക്തി തന്നെയാണ് എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഈ വഴി വരുന്ന ആദ്യത്തെ പണ്ഡിതനെ ഞാൻ എന്തായാലും തർക്കിച്ച് തോൽപ്പിക്കുന്നതായിരിക്കുമെന്ന്. കാരണം ഭഗവാന്റെ ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം പണ്ഡിതന്മാരുമായിട്ട് തർക്കിക്കുക എന്നത്. അപ്പോൾ ശ്രീവാസ് ഠാക്കൂർ എന്ന് പറഞ്ഞാൽ നാരദ മഹർഷിയുടെ അവതാരമാണ്. അന്നേരം ശ്രീവാസ് ഠാക്കൂറിന്റെ തന്റെ അനുജൻ ആ ഭാഗത്തൂടെ വരികയായിരുന്നു. അപ്പോൾ ശ്രീവാസ് ഠാക്കൂറിന്റെ അനുജനുമായിട്ട് തർക്കിക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണെങ്കിൽ പിന്നെ അദ്ദേഹം പർവ്വതമുനിയുടെ അവതാരം കൂടെയാണ്. പർവ്വതമുനി ആരാ? നാരദ മഹർഷിയെ പോലെ തന്നെ വേറൊരു ഋഷിയാണ് പർവ്വതമുനി. അന്നേരം അവർ തമ്മിൽ നല്ല കൂട്ടുകാരും കൂടെയാണ്. അന്നേരം പർവ്വതമുനിയും ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാനായിട്ട് ഭൂമിയിൽ വരികയാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് പൂതന ലീല. അതായത് ഇത്രയും വലിയ രാക്ഷസിയായിട്ട് പൂതനയോട് ഭഗവാൻ ക്ഷമിക്കുകയാണല്ലോ, ഇത്ര വലിയ കാരുണ്യമുള്ളവനാണ് ഭഗവാൻ എന്നുള്ള ഒരു കീർത്തനം പാടിക്കൊണ്ടാണ് വരുന്നത്. അത് കേട്ടുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൺട്രോൾ പോവുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനോടുള്ള ആ സ്നേഹം ഭക്തി എല്ലാം ഇങ്ങനെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ രോമാഞ്ചം വന്നു, ഭഗവാൻ ബോധം കെട്ട് വീഴുന്നു, മണ്ണിൽ കിടന്ന് ഉരുളുന്നു. ഇതെല്ലാം കണ്ടിട്ട് ശിഷ്യർ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, ഇതെന്തു പറ്റിയെന്ന്. അപ്പോൾ പിന്നെ ഭഗവാൻ എങ്ങനെയോ ബോധം വന്ന സമയത്തിന് ഭഗവാൻ എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചു. അപ്പോഴത്തേക്ക് ഭഗവാൻ ഒരു ചമ്മൽ പോലെയായി. ഞാൻ കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും ഇങ്ങനെ ഭക്തിഭാവമൊന്നും പ്രകടിപ്പിച്ചില്ലാതെ എന്താണെന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ശിഷ്യരെല്ലാം ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുമ്പോൾ അവരെയും കൊണ്ട് സ്ഥിരം ഭഗവാൻ പഠിപ്പിക്കുന്ന സ്ഥലം ഗംഗാ തീരത്തായിട്ട് ഒരു മരത്തിന്റെ ചൂട്ടിലിരുത്തിയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അവിടെ കൊണ്ട് ചെന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഗയയിൽ പോയി ദീക്ഷ കിട്ടിയതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു പരമോന്നതമായിട്ടുള്ള അറിവ് ഭഗവാനാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ. അന്നേരം ആരാ പറയുന്നത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പറയുന്നത്. അന്നേരം പറയുന്നു പരമോന്നതമായിട്ടുള്ള അറിവ് ശ്രീകൃഷ്ണ ഭഗവാനും ഭഗവാന്റെ ഭക്തിയാണ് ഏറ്റവും പരമോന്നതം. അന്നേരം ഇതിനു മുമ്പേയും പല ആചാര്യന്മാരും ഇത് പറഞ്ഞിട്ട് സാക്ഷാൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, രാമാനുജാചാര്യർ, മധ്വാചാര്യർ, അങ്ങനെ. അന്നേരം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം. പരമോന്നതമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു,
ഞാൻ ഇത്രയും കാലം നിങ്ങളെ ഞാൻ എന്താണോ ഏറ്റവും പരമോന്നതമായിട്ട് കണ്ടിരുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു. ഇതെല്ലാം വെറുതെയാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല. ഏറ്റവും പരമോന്നതമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ സേവനമാണ്, ഭഗവാന്റെ നാമം ജപിക്കുക, ഭക്തിയാണ് ഏറ്റവും ജീവിതത്തിലെ പരമോന്നത ലക്ഷ്യമെന്ന്. അന്നേരം അത് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഗുരുവിനെ തേടി നിങ്ങൾക്ക് പോകാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ശിഷ്യൻ പറഞ്ഞു, അങ്ങേ വിട്ടിട്ട് നമ്മൾ എവിടെ പോകാനാണ്? ഇത്രയും കാലം അങ്ങ് ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചില്ലല്ലോ. എന്നിട്ട് പെട്ടെന്ന് അങ്ങയുടെ ഉള്ളിലുള്ള മാറ്റം കണ്ടപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങ് ഇപ്പോൾ പറയുന്നു ഇതാണ് പരമോന്നതമെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നു. നമുക്ക് അങ്ങയുടെ കൂട്ടത്തിൽ നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെ എല്ലാ ശിഷ്യരും കൂടെ ഒത്തൊരുമിച്ച് തീരുമാനം എടുക്കുകയാണ് ഭഗവാൻ പറയുന്ന ആ ഭക്തി മാർഗം സ്വീകരിക്കാനായിട്ട്. അപ്പോൾ ശിഷ്യർ തന്നെ ചോദിച്ചു, പക്ഷെ നമുക്ക് നാമം ജപിക്കാനോ സങ്കീർത്തനം ചെയ്യാനോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് അങ്ങ് കുറച്ച് ഭക്തരെ വിളിച്ചിട്ട് നമുക്കതൊക്കെ പഠിപ്പിച്ചു തരണം എന്ന് പറയുന്നു. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ ചർച്ച ചെയ്ത്. നമുക്ക് തുടങ്ങാം മുന്നോട്ട്. നമുക്കറിയാം, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഭഗവാന്റെ പാർശ്വതരായിട്ട് എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? ആ ഭഗവാനോടുള്ള ഭക്തി രസത്തെ ആസ്വദിക്കാൻ വേണ്ടി. നമ്മൾ മനസ്സിലാക്കേണ്ട, അന്നേരം ഭഗവാന്റെ ഭക്തി എത്രത്തോളം മാധുര്യമുള്ളതാണെന്ന് നോക്കണേ. ഭഗവാൻ പോലും ആ ഭക്തി ആസ്വദിക്കാനായിട്ട് വരികയാണ്. അന്നേരം ആ ഒരു രസത്തെ ആസ്വദിക്കാൻ ഒരേ ഒരു വഴിയുള്ള എന്താണ്? ഭഗവാന്റെ ഭക്തനാവുക എന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പരമോന്നത ഭക്തയായ ശ്രീമതി രാധാറാണി. ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാനിൽ നിന്ന് തന്നെ ഭഗവാന്റെ അടുത്തൊരു രൂപം വരികയാണ്. അതാണ് ശ്രീമതി രാധാറാണി. അതായത് ഒരേ ഭഗവാൻ രണ്ട് രൂപം എടുക്കും, ഒന്ന് ആണായിട്ടും ഒന്ന് പെണ്ണായിട്ടും. ആണായിട്ട് വരുമ്പോൾ അത് കൃഷ്ണനായി, പെണ്ണായിട്ട് ഭഗവാൻ എന്ന് പറയുമ്പോൾ പരമസത്യം അത് ഭഗവാൻ തന്നെയാണ്. അത് അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് അടുത്തൊരു ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു. പക്ഷെ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം ഒരു പെൺ രൂപമാണ്, ഒരു ഗോപികാ രൂപമാണ്. അതാണ് നമ്മുടെ എല്ലാം സർവസ്വമായ ശ്രീമതി രാധാറാണി. ഓക്കെ. അന്നേരം അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ആ ഭക്തഭാവത്തെ, രാധാറാണിയുടെ ഭക്തഭാവത്തെ സ്വീകരിച്ചു വരികയാണ്. അങ്ങനെ ഒരിക്കൽ ശ്രീവാസ് ഠാക്കൂർ ആരാന്നറിയാലോ നമുക്ക്? നാരദ മഹർഷിയാണ്. ചൈതന്യ മഹാപ്രഭുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു സങ്കീർത്തനം ചെയ്യാനായിട്ട്. എന്നിട്ട് അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു, എല്ലാവർക്കും അങ്ങയുടെ ഈ ഭക്തിഭാവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് വളരെ ഉയർന്ന തലത്തിലുള്ള ഭക്തരെ മാത്രമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ, അവർക്ക് മാത്രമേ അങ്ങയുടെ ഈ ഭക്തിഭാവത്തെ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. കാരണം എന്താ? ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഉടൻ തന്നെ ബോധം കെട്ടു വീഴുകയാണ്. ദേഹം മുഴുവൻ രോമാഞ്ചം വരും, തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം ഇത് സാധാരണ വ്യക്തികൾ കാണുകയാണെങ്കിൽ അവർ വിചാരിക്കും ഈ വ്യക്തിക്ക് മാനസികമായിട്ട് വിഭ്രാന്തിയുണ്ട് എന്നേ ചിന്തിക്കും, അല്ലേ? നമ്മളും ഇതൊക്കെ മനസ്സിലാക്കാതെ, ഭക്തിഭാവത്തെ മനസ്സിലാക്കാതെ ആരെങ്കിലും ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഇത് അഭിനയമല്ല, ഒറിജിനലി. അതായത് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ശരീരമല്ലല്ലോ, നമ്മൾ ആത്മാവാണ്, അല്ലേ? ഇപ്പോ ശരീരം എന്ന് പറയുന്നത് ഒരു ജഡവസ്തുവാണ്. ഈ ശരീരത്തിനുള്ളിൽ നിന്നും ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന് ഒരു വിലയുമില്ല, പ്രത്യേകിച്ച് ഒന്നും ഈ ശരീരം കൊണ്ട് ചെയ്യാനില്ല. ശരീരം അവിടെ തീരുകയാണ്. പക്ഷെ അതേ സമയത്ത് ഈ ശരീരത്തിനകത്ത് ആത്മാവ് ഇരിക്കുമ്പോൾ ആത്മാവിൻ്റെതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ശരീരത്തിലൂടെ പ്രകടമാകും. അതായത് ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അതായത് നിങ്ങളുടെ ശരീരമാണോ കരയുന്നത് അതോ നിങ്ങളാണോ കരയുന്നത്? പറയൂ, ഇതിന്റെ ഉത്തരം നിങ്ങൾ നൽകൂ. നിങ്ങളാണോ കരയുന്നത് അതോ നിങ്ങളുടെ ശരീരമാണോ കരയുന്നത്? നമ്മളെല്ലാവരും കരഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ഇപ്പോഴും കരയാറുണ്ട്, അല്ലേ? അതായത് നമ്മുടെ ജീവിതത്തിൽ വിഷമം വരുമ്പോൾ, നമ്മൾ കരയുമ്പോൾ
നമ്മളാണോ കരയുന്നത് അതോ നമ്മുടെ ശരീരമാണോ കരയുന്നത്? അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ദുഃഖം എന്ന് പറയുന്നത് അതെന്താണ് യഥാർത്ഥത്തിൽ? എവിടെയാണ് ദുഃഖം വരുന്നത്? ഓക്കെ, ഒരു മാതാജി പറയുന്നു സോൾ ക്രൈസ്, ആത്മാവാണ് കരയുന്നത്, നമ്മളാണ് കരയുന്നത്. ഓക്കെ, നമ്മളാണ് കരയുന്നത്. ഓക്കെ, അന്നേരം പിന്നെ കരച്ചില് വരുന്നത്, കണ്ണുനീര് വരുന്നത് കണ്ണുകളിൽ നിന്നല്ലേ? അന്നേരം ശരീരമല്ലേ കരയുന്നത്? ശരീരം കരയുന്നു, പക്ഷെ ഫീലിങ്സ് ആത്മാവിലാണ്. ഓക്കെ, ഇനി അടുത്ത എന്റെ ചോദ്യം, ആത്മാവാണോ കരയുന്നത്, മനസ്സാണോ കരയുന്നത്, അതോ ശരീരമാണോ കരയുന്നത്? ശരീരത്തിൽ നിന്നാണ് കണ്ണുനീർ വരുന്നത്. ഓക്കെ, ഒരു ഭക്ത പറയുന്നു ഇമോഷണൽ മൈൻഡ്, ഒരു ഭക്ത പറയുന്നു ശരീരം. ഓക്കെ, ശരീരത്തിന്റെ കണ്ണിലൂടെ കണ്ണീര് വരുന്നു. അപ്പോൾ മനസ്സ് കരയുന്നില്ലേ? മനസ്സ് കരയുന്നുണ്ടോ? ശരീരം കരയുമ്പോൾ മനസ്സ് കരയുന്നുണ്ടോ? ഇങ്ങനെ മനസ്സാണ് കരയുന്നതെങ്കിൽ ആത്മാവ് കരയുന്നുണ്ടോ? ആത്മാവ് ശരീരത്തിലൂടെ കരയുന്നു. അപ്പോൾ മനസ്സ് എന്ത് ചെയ്യുന്നു? ഒരു ഭക്ത പറയുന്നു മനസ്സ്. ആലോചിച്ച് പറയും, യഥാർത്ഥത്തിൽ കരയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവാണോ ദുഃഖിക്കുന്നത്, മനസ്സാണോ ദുഃഖിക്കുന്നത്, അതോ ശരീരമാണോ ദുഃഖിക്കുന്നത്? യഥാർത്ഥത്തിൽ ദുഃഖം എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ പൊതുവെ പറയും എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു ദുഃഖം അല്ലേ? അത് മനസ്സിന്റെ ദുഃഖമാണോ അതോ ആത്മാവിന്റെ ദുഃഖമാണോ? എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ദുഃഖം വരുന്നത്? ആത്മാവിന്റെ ഫീലിംഗ് ശരീരത്തിലൂടെ കാണുന്നു, അന്നേരം മനസ്സോ? ഒരു ഭക്തൻ പറയുന്നു മനസ്സ്, അപ്പൊ ആത്മാവോ? ശരി, ഞാൻ ഇപ്പം ചിരിക്കുന്നു. തലച്ചോറിൽ നിന്ന് മനസ്സിലോട്ട്, അതെന്തോടെ റിവേഴ്സ്? വികാരങ്ങൾ ശരീരത്തിനല്ലേ ഉള്ളത്, അന്നേരം ആത്മാവിന് വികാരമൊന്നും ഇല്ലല്ലേ? ആത്മാവിന് ദുഃഖമില്ലല്ലോ ഗുരുദേവ്. ആത്മാവിന് ദുഃഖമില്ല? ഓ വാ, വെരി ഗുഡ്. അന്നേരം പിന്നെ കരയുന്നത് ആരാണ്? ഇതിൽ ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾ ആകെ ഷോക്കായി പോകും, പക്ഷെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. ഒരു ഭക്ത പറയുന്നു മനസ്സ്, അന്നേരം ആത്മാവ് എന്ത് ചെയ്യുന്നു? യഥാർത്ഥത്തിൽ ദുഃഖിക്കുന്ന ആരാണ്, സന്തോഷിക്കുന്ന ആരാണ്? ശരീരമാണോ, മനസ്സാണോ, ആത്മാവാണോ? അടുത്തൊരാൾ പറയുന്നത് ഹൃദയം. ഹൃദയം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ? പറയൂ. കാരണം ഇത് മനസ്സിലായെങ്കിലേ നമുക്ക് ഭക്തിയുടെ ലക്ഷണങ്ങളായിട്ട് കരച്ചിൽ എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം ശരീരവുമായി ബന്ധപ്പെട്ടല്ലേ ഉള്ളത്. ഓ, ശരീരമാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? അത് ഞാൻ അറിഞ്ഞില്ല. ഒരു ഭക്ത പറയുന്നു ആത്മാവ്, അടുത്തൊരു ഭക്ത പറയുന്നു ആത്മാവ്, വേറൊരു ഭക്ത ഇപ്പം പറയുന്നു മനസ്സെന്ന്. ഇപ്പൊ എന്താണ് ശരി? അടുത്തൊരാൾ പറയുന്നു ആത്മാവെന്ന്, ആത്മാവ്, വീണ്ടും ഒരാൾ പറയുന്നു മനസ്സെന്ന്. യഥാർത്ഥത്തിൽ കരയുന്നതും അതായത് ദുഃഖിക്കുന്നതും സന്തോഷിക്കുന്നതും ആത്മാവാണ്. ആത്മാവിന്റെ സന്തോഷമാണ് മനസ്സിലൂടെയും ശരീരത്തിലൂടെയും പ്രകടമാണ്.
യഥാർത്ഥത്തിൽ ആത്മാവിനാണ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഉള്ളത്. ആ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ശരീരമായിട്ട് കണക്ട് ചെയ്യുന്നത് മനസ്സിലൂടെയാണ്. തോന്നുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ട് പറയും. കാരണം ശരീരവും മനസ്സ് എന്ന് പറയുന്നത് നിർജീവമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം ആത്മാവിന് മാത്രമേ ഉള്ളൂ. ഇനി ആത്മാവിന്റെ ഫീലിങ്സ് രണ്ട് രീതിയിൽ വരാൻ കഴിയും. ഒന്ന്, ആത്മാവിലൂടെ ലഭിക്കുന്ന ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, അല്ലെങ്കിൽ പിന്നെ ആത്മാവ് മനസ്സിലൂടെയും ശരീരത്തിലൂടെയും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു സിനിമ കാണുന്നു, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു, ലൈറ്റ്സ് എല്ലാം ഓഫാണ്. ഓക്കെ, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അതിലെ നായകൻ അല്ലെങ്കിൽ നായികയുടെ ക്യാരക്ടറുമായിട്ട് നിങ്ങളങ്ങ് വളരെയധികം അറ്റാച്ച്ഡ് ആവും. ആ നായികയ്ക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ നിങ്ങളും കരയുന്നു. ആ നായകനോ നായികയോ സന്തോഷിക്കുമ്പോൾ നിങ്ങളും സന്തോഷിക്കുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമല്ലേ? അവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നിങ്ങൾ ആ ഒരു കഥാപാത്രവുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചു. അത് നിങ്ങളാണെന്ന് നിങ്ങൾ പോലും അറിയാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതേപോലെ ഈ ശരീരം ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, ഈ മനസ്സ് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, ശരീരത്തിൻ്റെ ആ ഒരു സുഖം എൻ്റെ സുഖമായിട്ട് ഞാൻ ചിന്തിക്കുന്നു, മനസ്സിൻ്റെ സുഖം എൻ്റെ സുഖമായിട്ട് ഞാൻ തെറ്റിദ്ധരിക്കുന്നു, മനസ്സിൻ്റെ ദുഃഖം, ശരീരത്തിൻ്റെ ദുഃഖം അത് എൻ്റെ ദുഃഖമാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ രണ്ട് കേസിലും, ആത്മീയ സുഖത്തിലാണെങ്കിലും ശാരീരിക സുഖത്തിലാണെങ്കിലും, യഥാർത്ഥത്തിൽ സുഖിക്കുന്നതും ദുഃഖിക്കുന്നതും ആത്മാവ് മാത്രമാണ്. ആത്മാവ് തന്നെയാണ് സന്തോഷിക്കുന്നത്, ആത്മാവ് തന്നെയാണ് ദുഃഖിക്കുന്നത്. പക്ഷേ നമ്മൾ ശരീരത്തിനകത്ത് ഇരിക്കുന്നോ, ശരീരസ്ഥനായ ആത്മാവ് ശരീരമാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കുന്നതിലൂടെ, ശരീരത്തിന്റെ സുഖം എൻ്റെ സുഖമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതിലൂടെ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു. അതായത് ഏതൊരവസ്ഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സുഖം, ദുഃഖം എന്ന് പറയുന്നത് അത് ആത്മാവിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്നതാണ്. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? കമന്റ്സിലിടൂ. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ. അപ്പോൾ ആത്മാവ് ആനന്ദമയമല്ലേ? ആത്മാവ് ആരാണെന്ന് ആത്മാവ് തിരിച്ചറിയുമ്പോൾ ആനന്ദമയമാണ്. വളരെ സിമ്പിൾ. ഇപ്പോൾ ഒരാൾ തിയേറ്ററിൽ പോയി സിനിമ കാണുവാണ്, ആള് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അന്നേരം ആൾക്ക് ദുഃഖിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഒരു ദുഃഖവും ഇല്ല. പക്ഷെ ആള് ടി വിയിൽ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന ആ ക്യാരക്ടറുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ, ആ ക്യാരക്ടറിന് ദുഃഖം വരുമ്പോൾ ആത്മാവ് ദുഃഖിക്കുന്നു. ഇനി ആ ക്യാരക്ടറുമായിട്ട് വരുന്ന സുഖത്തിൽ സുഖിക്കുമ്പോഴും അത് യഥാർത്ഥ സുഖമല്ല. കാരണം ഒറിജിനൽ സുഖം ഈ ആത്മാവിന് കിട്ടുന്നില്ലല്ലോ. അത് തെറ്റായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് ആത്മാവ് കണക്ട് ആകുമ്പോൾ ഒരു തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടാകുന്ന സുഖവും തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടാകുന്ന ദുഃഖമാണ്. ക്ലിയർ ആയോ? കമന്റ്സിലിടൂ. ഇത് ക്ലിയർ ആയോ? വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് തിയേറ്ററിനകത്ത് പോയി നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളത് തെറ്റിദ്ധരിക്കുകയാണ്. അത് ഞാനാണെന്ന് ഉള്ള തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന സുഖവും ദുഃഖമാണ്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മൂലമായതുകൊണ്ട് അതിൽ സുഖവും ഒരു സുഖമല്ല, ദുഃഖവും ഒരു ദുഃഖമല്ല. പക്ഷേ
ഞാൻ ആത്മാവാണെന്ന് ചിന്തിക്കുമ്പോൾ, ആത്മാവാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ദുഃഖമേ ഇല്ല. നമ്മൾ യഥാർത്ഥ അസ്തിത്വത്തിലൂടെ ലഭിക്കുന്ന ആനന്ദത്തിലാണ്. അടുത്ത വീണ്ടും ഒരു ഉദാഹരണം. നമ്മൾ തിയേറ്ററിൽ പോയി ഇങ്ങനെ ക്യാരക്ടർ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? അഭിനയം കണ്ടുകൊണ്ടിരിക്കുന്നു. അന്നേരം അതിലെ നായകൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നിരിക്കട്ടെ. അന്നേരം നമ്മൾ അതിലങ്ങ് അബ്സോർബ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, അത് നമ്മളൊന്ന് ഒരു ഉദാഹരണത്തിന് വേണ്ടി ചർച്ച ചെയ്യുന്നതാണ്. അന്നേരം നമ്മൾ അതിലങ്ങ് അബ്സോർബ്ഡ് ആയിട്ട് പോകുമ്പോൾ, ആ വ്യക്തി നായകൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചു എന്ന് ചിന്തിക്കുന്നത് അത് തെറ്റിദ്ധാരണയല്ലേ? ആക്ച്വലി നമ്മൾ കഴിച്ചില്ലല്ലോ. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ആ നായകൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചു എന്ന് ചിന്തിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കുന്ന എപ്പോഴാണ്? ആ സിനിമയുടെ ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മൾ പുറത്തു പോയി എന്തെങ്കിലും മേടിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് അത് ഒറിജിനലി ഭക്ഷണമാവുന്നത്. ഇതേപോലെ ശരീരം ഒരു സ്ക്രീനാണ്. മനസ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നു ശരീരത്തിലൂടെ പലതും. അന്നേരം നമ്മൾ ആ ആത്മാവ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭക്ത പറയുന്നു, ആത്മാവിന് സന്തോഷം ഉണ്ടാവുന്നത് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ? അത് ആത്മാവും കൂടെ ആത്മാവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ആത്മാവ് ശരീരത്തിലൂടെ ഉള്ള സുഖമാണ് എനിക്ക് സുഖം നൽകുന്നതെന്ന് ആത്മാവ് ചിന്തിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സജ്ജന സംസർഗം മാത്രമല്ലേ ആത്മാവിന് എപ്പോഴും ആനന്ദം തരുന്ന മാർഗം, സ്വാമിജി? ഞാൻ അതാ പറയുന്നത്. പക്ഷെ ഒരാള് ടി വിയിൽ ഇങ്ങനെ അബ്സോർബ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, സിനിമയിൽ ഇങ്ങനെ അബ്സോർബ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, ആ കാണുന്ന ദൃശ്യങ്ങളാണ് എനിക്ക് സന്തോഷം നൽകുന്നത് എങ്കിൽ, ആ ഒരു തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും ആ വ്യക്തി അത് സ്വീകരിക്കുമോ? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പൊതുവെ എന്തെങ്കിലും ടി വിയിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന എന്താണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതെന്താണ്, അത് കഴിക്കുന്നുണ്ടോ, ചവയ്ക്കുന്നുണ്ടോ, ദഹിക്കുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ആ കാണുന്ന ദൃശ്യത്തിൽ അബ്സോർബ്ഡ് ആയിട്ടിരിക്കുക. സോ അതേപോലെ നമ്മുടെ മൈൻഡ്, നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൻ്റെ ആ ദൃശ്യങ്ങളിൽ ഇങ്ങനെ അബ്സോർബ്ഡ് ആയിട്ടിരിക്കുകയാണ്. അത് കാരണം ശരീരത്തിൻ്റെ സുഖം നമ്മുടെ സുഖമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ശരീരത്തിൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആത്മാവിനെ ആക്ച്വലി അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് ക്ലിയറായോ? സോ നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും രണ്ടും ഇല്യൂഷനാണ്, രണ്ടും മായയാണ്. ഇതെല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ പറയൂ. ഇത് കഴിയുമ്പോഴാണ് ഇനി അടുത്തത് എനിക്ക് പറയാൻ പറ്റും. ഇതിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്താലേ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്തുവാ, സാധാരണ ആൾക്കാർ ചിരിക്കുന്നു, കരയുന്നു, സന്തോഷിക്കുന്നു, ദുഃഖിക്കുന്നു, ഇത് തന്നെയല്ലേ. അതായത് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് നമ്മളൊന്ന് ഡീപ്പായിട്ടൊന്ന് പഠിക്കണ്ടേ? ഇതുവരെയുള്ളത് ക്ലിയർ ആയല്ലോ അല്ലേ? അന്നേരം ഇങ്ങനെയുള്ള സുഖവും ദുഃഖവും മനസ്സിന്റെ സങ്കല്പങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെയുള്ള സുഖവും ദുഃഖവും മനസ്സിന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ്. അതെങ്ങനെ? ഒരേ സിനിമ രണ്ടുപേര് ഇരിക്കട്ടെ. അതിൽ രണ്ട് നായകന്മാര്, ഒരാൾ നായകനും ഒരാൾ വില്ലനും. ഒരു വ്യക്തിക്ക് നായകനെയാണ് ഇഷ്ടം, ഒരു വ്യക്തിക്ക് വില്ലനെയാണ് ഇഷ്ടം. അതുകൊണ്ട് നായകനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് നായകൻ ജയിച്ചു കാണണമെന്നാണ്. വില്ലനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി വില്ലൻ ജയിച്ചു കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നായകൻ ജയിക്കുമ്പോൾ
ഇത് പറ്റും. ആ ഫാനിന് വലിയ സന്തോഷവും. അപ്പോൾ പരദുഃഖ ദുഃഖി എന്ന് പറയുന്നതോ അതിലൂടെ നമുക്ക് എത്താം. ഭൗതികമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്മാവിനെ ബാധിക്കുന്നുണ്ട്, അതിലോട്ട് നമുക്ക് എത്താം. ഇപ്പം നടക്കുന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കും. ഈ 2 ചോദ്യങ്ങളും അത് നോട്ട് ചെയ്ത് വെക്കൂ, എന്നിട്ട് വീണ്ടും ചോദിക്കൂ, നമുക്ക് അതിലോട്ട് എത്താം. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആയോ? അതായത് ഒരേ സിനിമ കാണുന്നു, ഒരു വ്യക്തി നായകനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു വ്യക്തി വില്ലനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നായകൻ ജയിക്കുമ്പോൾ ഒരാൾക്ക് വലിയ സന്തോഷം, നായകൻ തോക്കുമ്പോൾ വേറൊരാൾക്ക് സന്തോഷം, വില്ലൻ ജയിക്കുമ്പോൾ പ്രത്യേകിച്ചും. എന്തുകൊണ്ട്? അവരുടെ സങ്കല്പം അനുസരിച്ച് ഒരാൾ നായകനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ വില്ലനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് മനോസങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ മനോകൽപ്പിതമായിട്ടുള്ള സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സുഖം എന്ന് കരുതുന്നതും ദുഃഖം എന്ന് കരുതുന്നതും നിങ്ങളുടെ സങ്കല്പങ്ങൾ മാത്രമാണ്. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് അപ്പോ നിങ്ങളോ സത്യമാണല്ലോ എന്ന് പറയും. സത്യം ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വേറൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് മാച്ച്. ഓക്കെ, 2 ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് ഒരു വ്യക്തി പറയുന്നു ഞാൻ ഇന്ത്യക്കാരനാണ്, ഒരു വ്യക്തി പറയുന്നു ഞാൻ ഇന്ന് പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അന്നേരം ആ സപ്പോർട്ട് ചെയ്യുന്ന മനോഭാവത്തിൽ ഇരിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന എന്താണ്? ആ ഇന്ത്യ ജയിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ത്യ തോക്കുകയാണെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇനി മറ്റേ വ്യക്തിക്ക് അതേപോലെ ജയിക്കുമ്പോൾ, ഇന്ത്യ തോക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും, ഇന്ത്യ ജയിക്കുമ്പോൾ ദുഃഖമായിരിക്കും. സോ ഇതേപോലെ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, മിണ്ടാപ്രാണികൾ മുതൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മനസ്സിൻ്റെ സങ്കല്പങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് സുഖവും ദുഃഖവും. അതായത് അവരുടെ ഉള്ളിൽ അവരെന്തിനെയാണോ സുഖമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും നടക്കുമ്പോൾ ദുഃഖം. എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം? ക്ലിയർ അല്ലേ? സോ ഈ ലോകത്തിൽ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും രണ്ടും മായയാണെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. കാരണം തെറ്റായിട്ടുള്ള സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സുഖവും ദുഃഖവും. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത് ക്ലിയർ ആയോ? ഭക്തിയുടെ കരച്ചിലിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്നേരം ഇനിയാണ് നിങ്ങൾ അടുത്ത ഷോക്കാവാൻ പോകുന്നത്. ഭക്തിയുടെ ആ കരച്ചിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഇനിയായിരിക്കും മനസ്സിലാവാൻ പറ്റുന്നത്. ഇതുവരെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങൾക്കത് ലോജിക്കലി തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ. കറക്റ്റ് അല്ലേ? നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ നമ്മുടെ മനസ്സിൽ പല ധാരണകളും ഉറച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് പോലെ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിലതിനെ സുഖമായിട്ടും കാണുന്നത്, ചിലതിനെ ദുഃഖമായിട്ടും കാണുന്നത്. പക്ഷേ ബോത്ത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആക്ച്വലി. ബോത്ത് ആർ ഇല്യൂഷൻ. രണ്ടും മായയാണ്. ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നോർത്ത് ഇന്ത്യക്കാർക്ക് ചപ്പാത്തി കിട്ടിയേ പറ്റൂ. അവർക്ക് ചോറ് കാണുമ്പോഴേ ദേഷ്യമാണ്. മലയാളികൾക്ക് ചോറ് കിട്ടിയേ പറ്റൂ. ചോറ് ഇല്ലെങ്കിൽ പിന്നെ അവർക്കൊരു ടെൻഷൻ. അന്നേരം ചപ്പാത്തി കിട്ടിയാൽ സുഖമാണെന്ന് ചിന്തിക്കുന്ന നോർത്ത് ഇന്ത്യക്കാര്, ചോറ് കിട്ടിയാൽ സന്തോഷം എന്ന് കരുതുന്ന മലയാളികൾ. രണ്ടും ഇല്യൂഷനാണ്.
അടിപൊളിയല്ലേ? സോ അതുകൊണ്ടാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത്. ഈ ലോകത്തെ എല്ലാം നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും അതെല്ലാം നമ്മുടെ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഓക്കെ, ഇനി ഭക്തരുടെ, അത് നമ്മളല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കുക. നമ്മൾ പരിശുദ്ധ ഭക്തരുടെ കണ്ണു നിറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് രോമാഞ്ചം വരുന്നത് എങ്ങനെയാണ്? ഓക്കെ, ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സങ്കല്പങ്ങളെയും അതിജീവിച്ചു കഴിയുമ്പോൾ, ഒരു വ്യക്തിയുടെ മനസ്സിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ, അവർ ഈ ശരീരത്തിൻ്റെ സാങ്കല്പികമായിട്ടുള്ള മേഖലയെ ട്രാൻസെൻഡ് ചെയ്യും, അതിജീവിക്കും. ഒരു മാതാജി പറയുന്നു, വേദന തന്നെയല്ലേ അപ്പോൾ നമുക്ക് കരച്ചിൽ വരില്ലേ? സിനിമ കാണുമ്പോഴും നിങ്ങൾ കരയുന്നില്ലേ? അത് യഥാർത്ഥ കരച്ചിലാണോ? അവിടെ കരയേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കരയത്തക്കവണ്ണം ഒന്നുമില്ല. നാ ശോചിതം അർഹസി, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ? കരയത്തക്കവണ്ണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. നാ ശോചിതം അർഹസി, കരയേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. സിനിമയിൽ ഒരു കഥാപാത്രം കരയുന്നതുകൊണ്ട് നിങ്ങളും കരയേണ്ടതായിട്ട് നിർബന്ധം ഇല്ല എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് ട്വിസ്റ്റ്. എന്നാലും നമ്മളുടെ മനസ്സിൻ്റെതായിട്ടുള്ള സങ്കല്പങ്ങളാണ് നമ്മളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും. പക്ഷെ ഈ ചിരിയും കരച്ചിലും രണ്ടും മായയാണെന്ന് മനസ്സിലാക്കുക. ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്ട്സ്, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡ് നേരത്തെ അതിനെ 2 വിഭാഗമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇതെനിക്ക് സുഖം നൽകുന്നു, ഇതെനിക്ക് ദുഃഖം നൽകുന്നു. അതിനാണ് രാഗം ദ്വേഷം എന്ന് പറയുന്നത്. എനിക്ക് സുഖം നൽകുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നു, ദുഃഖം എന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കല്പം, എനിക്കിത് ഇഷ്ടമല്ല, എനിക്കത് സുഖം നൽകുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കത് ദുഃഖമായിട്ട് തോന്നുന്നു, ഞാൻ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. രാഗം ദ്വേഷം, ഇതിൻ്റെ നടുവിലാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിനെ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ, ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട സുഖദുഃഖങ്ങളെ മറികടന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം എന്ന് പറയുമ്പോൾ വീണ്ടും മനസ്സിലാക്കുക, ശരീരത്തിൻ്റെ ഹൃദയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയം എന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ആത്മാവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ, തീരുമാനങ്ങളെയാണ് ഹൃദയം എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, അല്ല ശരീരത്തിൻ്റെ ഹൃദയമല്ല. ഇപ്പോൾ ഒരാൾ പറയുന്നു ഐ ലവ് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എന്നതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിന്നെ ഹൃദയാംഗതമായിട്ട് സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഹൃദയാംഗതം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തിൻ്റെ ഹൃദയമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവ് സ്നേഹിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ആത്മാവ് മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, പക്ഷേ എന്നാലും അവിടെ ആത്മാവിനെയാണ് ഹൃദയം എന്ന് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്, കാരണം ആത്മാവ് ഇരിക്കുന്ന ഹൃദയത്തിലാണ്. അപ്പോൾ നമ്മുടെ ഈ മനസ്സിലുള്ള സങ്കല്പങ്ങൾ, ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ദ്വന്ദ്ങ്ങളെല്ലാം മാറി നമ്മൾ ഭഗവാനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും ആഗ്രഹങ്ങളും നിറഞ്ഞു വരുമ്പോൾ എന്തു പറ്റുമെന്നറിയാം? അങ്ങനെ ഭഗവാനേ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ ഉണ്ട്, എന്നാലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്ക് പുറമേ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ കണക്ഷൻ തോന്നാറില്ല? നമുക്ക് വല്ലപ്പോഴും ഒക്കെ തോന്നാറുള്ളൂ. ഇപ്പോൾ നമുക്ക് ചില സമയത്ത് കരച്ചിൽ വരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചില ഭക്തരുമായിട്ട് ചില പ്രത്യേക തീർത്ഥസ്ഥലങ്ങളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ അതായത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഭാവങ്ങൾ
ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിലും അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടേതായിട്ടുള്ള ഭാവമാകാൻ സാധ്യത ഇല്ല. അത് കൂടുതലും നമ്മൾ ആ ഭക്തനിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം. ഭക്തനും ഭക്തയിൽ നിന്ന് കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാഗവത്തിൻ്റെതായിട്ടുള്ള ഒരു സെക്ഷൻ വായിക്കുമ്പോഴോ, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു ഭക്ത കൂട്ടായ്മ നമ്മൾ നിൽക്കുമ്പോഴോ, ആ ഒരു ആംബിയൻസോ അല്ലെങ്കിൽ ഭഗവാന്റേതായിട്ടുള്ള സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ തട്ടുന്നതാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രത്തോളം നമുക്ക് ഭഗവാന്റെ ഭാവമില്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം? എപ്പോഴും അതേപോലെ ഭാവം ഇല്ലാത്തതുകൊണ്ട്. എപ്പോഴും കണക്ടിവിറ്റി ഇല്ല, വല്ലപ്പോഴൊക്കെയാണ് കണക്ടിവിറ്റി കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ആ ഭാവം ഇല്ല എന്നാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒറിജിനൽ ഫീലിങ്സ്, ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കണ്ടേ. അതിങ്ങനെ ചിലപ്പോൾ ഉണ്ട് ചിലപ്പോൾ ഇല്ല, അങ്ങനെ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കേണ്ടത്. ഭഗവാന്റെ തിരുനാമം ജപിച്ച് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ശാസ്ത്രങ്ങൾ പഠിച്ച്, ഇപ്പം നമ്മൾ എങ്ങനെയാ യുക്തിപരമായിട്ട് ഇതിനെ ചർച്ച ചെയ്യുന്നത്, ഇതേപോലെയുള്ള ചർച്ചകൾ നമ്മുടെ ബുദ്ധിയെ സ്ട്രോങ് ആക്കി തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. എന്ത് മായ, എന്ത് കൃഷ്ണൻ, എന്താണ് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടത്, എന്താണ് ഭഗവാനിൽ നിന്ന് എന്നെ അകറ്റുന്നത്, അതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു വിവേചന ബുദ്ധി നമുക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂസ് ചെയ്ത് നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾ, ചിന്തകളെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ പ്രവൃത്തികളെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? സദാസമയം ഭഗവാനെ എന്ന് പറഞ്ഞ ആ ഒരു ചിന്തയിലിരിക്കുമ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പുറമെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുമ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെക്കുറിച്ചുള്ള ഇമോഷൻസ് അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. അത് പല രീതിയിലായിരിക്കും പ്രകടമാകുന്നത്. അതിൻ്റെ ആദ്യത്തെ ലക്ഷണം രോമാഞ്ചം വരുന്നു. നമ്മുടെ ദേഹത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അനുഭൂതി, ഭഗവാനോട്ടൊരു കണക്ഷൻ കിട്ടുമ്പോൾ. പിന്നെ അത് വല്ലപ്പോഴും അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രോങ് ആണെങ്കിൽ എപ്പോഴും. മനസ്സിലായില്ലേ? കണ്ണീന്ന് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്തിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കരയുന്നതിനെ നമുക്ക് യഥാർത്ഥ കണ്ണുനീരായിട്ട് കാണാൻ കഴിയില്ല. ഒറിജിനൽ കണ്ണുനീരെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാനായിട്ടൊരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാകുമ്പോൾ വരുന്ന കണ്ണുനീരാണ്. അതാണ് ഒറിജിനൽ കണ്ണുനീര്. അന്നേരം അത് ഇപ്പോൾ നമ്മൾ കരയുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ വിചാരിച്ച കാര്യം നടക്കാത്തപ്പോഴായിരിക്കും നമ്മൾ കരയുന്നത്. ഒരു കൊച്ചുകുട്ടി കരയാറില്ലേ? കൊച്ചുകുട്ടി കരയുമ്പോഴും നമുക്ക് പാവം തോന്നും, പക്ഷെ അത് വേണ്ടാത്ത ആഗ്രഹിച്ചിട്ടായിരിക്കും കരയുന്നത്. ഒരു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞ് കരയുമ്പോൾ അച്ഛനും അമ്മയും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അന്നേരം നമ്മൾ വിചാരിക്കും എത്ര ദുഷ്ടനായ അച്ഛനും അമ്മയാണ്. കുട്ടി ഇത്രയും കരഞ്ഞിട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അച്ഛനും അമ്മയ്ക്ക് അല്ലേ അറിയത്തുള്ളൂ ഇത് എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു പ്രയോജനം ഇല്ല. എങ്കിൽ ഇരുന്ന് കരയാൻ പറയും. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് കരഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പാവങ്ങളാണെന്ന് വിചാരിക്കരുത്. കരയുന്നവരെല്ലാവരും പാവങ്ങളാണെന്ന് വിചാരിക്കരുത്. രാവണനും കരഞ്ഞിട്ടുണ്ട്, കംസനും കരഞ്ഞിട്ടുണ്ട്, ദുര്യോധനും കരഞ്ഞിട്ടുണ്ട്. കരയുന്നവരെല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. മനസ്സിലായില്ലേ? പക്ഷെ എന്തിനു വേണ്ടി കരയുന്നു? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഭക്തിഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കരച്ചിൽ, രോമാഞ്ചം, ദേഹം മുഴുവൻ വിറയ്ക്കുന്നത്, നമുക്ക് ഒരു അസ്വസ്ഥത മൂലം മണ്ണിൽ കിടന്ന് ഉരുളാൻ തോന്നുന്നത്, ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. തൊണ്ട ഇടറുന്നത്, തൊണ്ട ബ്ലോക്കായി സംസാരിക്കാൻ പറ്റാത്തത്, ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. പക്ഷെ തൊണ്ട ഇടറുന്നത് എപ്പോഴും ഇടറിക്കഴിഞ്ഞാൽ അത് എപ്പോഴും ഇടറുന്നത് ആ ഭക്തി കൊണ്ടാണെന്ന് വിചാരിക്കരുത്. നമുക്ക് ദുഃഖാധിക്യത്താൽ തൊണ്ട ഇടറാറുണ്ട്, തൊണ്ട ബ്ലോക്ക് ആവാറുണ്ട്, സംസാരിക്കാൻ പറ്റാതെ ആവുന്നുണ്ട്, രോമാഞ്ചം വരും ചില സമയത്ത്. അത് ചിലപ്പോൾ ഇരുമ്പിനെ ഇങ്ങനെ നഖം വെച്ച് ഉരയ്ക്കുമ്പോൾ ഒരു രോമാഞ്ചം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇരുമ്പിനെ ഇങ്ങനെ ഉരയ്ക്കുന്നതായിട്ട്, സ്ലേറ്റിൽ നമ്മളിങ്ങനെ നാം വെച്ച് ചൊറിയുന്നതായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും സങ്കല്പിച്ചു.
അന്നേരം നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ വികാരങ്ങളായിട്ട് പുറത്തു വരുന്നത്. അത് ചിരിയാണെങ്കിലും കരച്ചിലാണെങ്കിലും രോമാഞ്ചമാണെങ്കിലും അതൊക്കെ. പക്ഷേ ആത്മീയ തലത്തിൽ വീണ്ടും മനസ്സിലാക്കുക, കരയുന്നതും ചിരിക്കുന്നതും അത് മനസ്സിൻ്റെതായിട്ടുള്ള കളികളാണെങ്കിൽ പോലും അതും വരുന്നത് ആത്മാവിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ സോഴ്സ് ആത്മാവിൽ നിന്ന് തന്നെയാണ്. പക്ഷേ വിഷയം വേറെ വേറെയാണ്. ഒന്ന് ആത്മീയ വിഷയം, ഒന്ന് ശാരീരിക വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വിഷയങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചകൾ, ചെവിയുടെ ശബ്ദങ്ങൾ, നാവിൻ്റെ രുചികൾ, സ്പർശനങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇതൊക്കെയാണ് ആക്ച്വലി ഇന്ദ്രിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഭൗതിക വിഷയങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ആത്മാവിൻ്റെ വിഷയങ്ങൾ എന്താണ്? ഒന്ന് ആത്മാവ് സ്വയം, അതായത് ഇതിനകത്തിരിക്കുന്ന ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നതും പിന്നെ ഇതിൻ്റെ എല്ലാം സ്രോതസ്സായ ഭഗവാനെ തിരിച്ചറിയുന്നതും. അന്നേരം ആ ഒരു കണക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന അനുഭൂതി, അതായത് നമ്മൾ ഭൗതികമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും മാറി പൂർണ്ണമായിട്ടും ഭഗവത് സ്മരണയിൽ നമ്മൾ ആത്മാവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ണുകൊണ്ട് നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കാണാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കാൻ കഴിയുമ്പോൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഈ ശരീരമായിട്ട് നമുക്കൊരു കണക്ടിവിറ്റി കിട്ടുമ്പോൾ ഉള്ളിൽ നിന്നൊരു കറണ്ട് അങ്ങോട്ടടിക്കും. അത് ഉള്ളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ, വളരെ ഡീപ്പായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ആ അന്വേഷിക്കുന്ന വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം പുറത്ത് ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അത് ശരീരം ആകെ ഒരു എർത്തടിക്കുന്ന പോലെ എടുത്ത് ഒറ്റ അടി ഇങ്ങോട്ടടിക്കും. പക്ഷേ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടൂന്നും കൂടെ മനസ്സിലാക്കുക. അല്ലാതെ അമ്പലത്തിൽ പോയി വല്ലപ്പോഴും ഒക്കെ കരയാൻ, ഭഗവാനെ ഞാൻ എത്ര ദുഃഖം അനുഭവിക്കുന്നു, ലോൺ അടച്ചിട്ടില്ല, രോഗങ്ങൾ, കൃഷ്ണ എന്ന ഈ വേദനകളൊക്കെ തീരുന്നു, അത് കള്ളക്കരച്ചില്ല. അത് ഒറിജിനൽ ഭക്തിപരമായിട്ടുള്ള കരച്ചിലല്ല. അത് നമ്മുടെ ദുഃഖത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ചുകൊണ്ട്, അതും എന്നേക്കുമായിട്ട് ഇവിടുന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള കരച്ചിലല്ല. എൻ്റെ പ്രശ്നം ഒന്ന് തീർത്ത് തന്ന് എന്നെ സുഖകരമായിട്ട് എന്നെ സുഖിക്കാൻ അനുവദിക്കണം എന്നുള്ള ഒരു കരച്ചിലാണത്. അത് ഒറിജിനൽ ഭക്തിപരമായിട്ടുള്ള കരച്ചിലല്ല. അത് ഒറിജിനൽ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിയന്ത്രിതമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ കോൺസ്റ്റൻ്റ്ലി 24/7 ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറമേ ഭഗവാനിൽ നിന്നും ഒരു കണക്ഷൻ കിട്ടുമ്പോൾ എടുത്ത് ഒറ്റ അടി അടിക്കുന്ന പോലെ രോമാഞ്ചം ഉണ്ടാവും. കണ്ണിൽ നിന്ന് തുടർച്ചയായിട്ട് കണ്ണീര് വരും, വിറയ്ക്കാൻ തുടങ്ങും ശരീരം, മണ്ണിൽ കിടന്ന് ഉരുളാൻ തുടങ്ങും. ഇതാണ് കൃഷ്ണപ്രേമത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പം മനസ്സിലായോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്? ഇന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം, നാളെ രാവിലെ കൂടുതൽ ഡീപ്പായിട്ട് പോവാം. എങ്ങനെയുണ്ട് ഇന്നത്തെ ടോപ്പിക്? ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ? പറയൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച്? ഇപ്പോഴൊന്ന് മനസ്സിലാക്കൂ, ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തോ അല്ലേ, ഭയങ്കര ഡീപ്പല്ലേ അല്ലേ? എന്നാലും നമ്മളിങ്ങനെ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കരയുമ്പോഴൊന്നും നമ്മൾ സന്തോഷിക്കാറായിട്ടില്ല. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ഡീപ്പായിട്ടൊരു സെർച്ച് വേണം കൃഷ്ണനെ കുറിച്ച്. അങ്ങനെ ഡീപ്പായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കേൾക്കാമല്ലോ എല്ലാവർക്കും? അന്നേരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സെർച്ച് വളരെ സ്ട്രോങ് ആകുന്ന സമയത്ത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം കിട്ടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, അതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. പക്ഷെ മനസ്സിലാക്കുക, ആ ആനന്ദം ശരീരത്തിലൂടെ അനുഭവിച്ച് മനസ്സിന്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ആത്മാവ് തെറ്റിദ്ധരിക്കുന്നതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയാണ്. അത് മനസ്സിലൂടെ ശരീരത്തിലൂടെ ലക്ഷണങ്ങൾ കാണിക്കുകയാണ്. അതായത് ഭൗതിക സുഖം ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ആത്മാവിന്റെ തെറ്റിദ്ധാരണയിലേക്ക് പോവുകയാണ്. പക്ഷെ ഇത് നേരെ റിവേഴ്സാണ്. അതായത് കണ്ണിലൂടെ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ട് മനസ്സിന്റെ സങ്കല്പമായിട്ട് മാച്ച് ആവുന്നു, അപ്പോൾ ആത്മാവ് കൊള്ളാം കേട്ടോ, ഇതാണ് സുഖം എന്ന് പറയുന്നത്, ഭൗതിക സുഖം. പക്ഷേ ആത്മാവ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ എങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ആ അന്വേഷിക്കുന്ന സമയത്ത് എഗെയിൻ കണ്ണിലൂടെ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ട് മനസ്സിൽ തീവ്രമായിട്ട് ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ആത്മാവും മനസ്സും ശരീരവും എല്ലാം ഭഗവാനുമായിട്ട് അലൈൻഡ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോഴാണ് ഈ ഭക്തിയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടുന്നത്. ആത്മാവിന് ഈ ശരീരത്തിന്റെ ആവശ്യമില്ല, മനസ്സിന്റെ ആവശ്യമില്ല. ആത്മാവിന് ഭഗവാനായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതാണ്. നമ്മളെക്കുറിച്ചല്ല, പരിശുദ്ധ ഭക്തരെ കുറിച്ചാണ്. അന്നേരം അവർക്ക് പക്ഷെ ഈ ശരീരം ആയിട്ടും അവർക്കൊരു കണക്ഷൻ ഉണ്ട്, മനസ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അന്നേരം ശരീരത്തിലൂടെ ഭഗവാനെ അവർക്ക് കാണാൻ കഴിയുന്നില്ല, മനസ്സിൽ ഒരു കണക്ഷൻ അവർക്ക് കിട്ടുന്നില്ല. അന്നേരം അവർക്കൊരു ഒരു അതൃപ്തി തോന്നും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ആത്മാവിന്റെ ആ ദുഃഖവും ആനന്ദവും അല്ലേ ഗുരുദേവ്? അത് മനസ്സിലായില്ല. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയുന്നത്, നമ്മൾ എപ്പോഴും ആനന്ദമാണെങ്കിലും ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതെല്ലാം ആത്മാവിന്റെ തന്നെ ഫീലിങ്സ് ആണ്. പക്ഷെ ഒന്ന് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന് ഭഗവാനായിട്ട് ബന്ധപ്പെടാത്തത്. പിന്നെ ഒരു ഭക്തൻ ചോദിച്ചു, കൃഷ്ണപ്രേമം എങ്ങനെ ലഭിക്കാനാണ്? നമ്മൾ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ദീക്ഷ എടുക്കണം, ജപിക്കണം. നമ്മുടെ ജപത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് കൃഷ്ണപ്രേമം നമുക്ക് കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം സിൻസിയറായിട്ട് ജപിക്കുന്നു, ഗുരു പരമ്പരയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു, എത്രത്തോളം നമ്മൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നു, അതിനനുസരിച്ചാണ് കൃഷ്ണപ്രേമം ലഭിക്കുന്നത്. അത് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല, ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്ക് ലഭിക്കുന്നു കൃഷ്ണപ്രേമം. ആ കൃഷ്ണപ്രേമം ലഭിക്കുമ്പോഴാണ്, അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും അത് കിട്ടത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും അങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണോ? അല്ല. അന്നേരം നിങ്ങളെല്ലാവരും കൃഷ്ണപ്രേമത്തിന്റെ വഴിയിൽ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു സത്സംഗത്തിൽ വന്നു, പ്രത്യേകിച്ച് ദീക്ഷയൊക്കെ എടുത്ത് ജപിച്ചു തുടങ്ങിക്കഴിഞ്ഞ ഭക്തര് ഓൾറെഡി ആ പാതയിലാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷണങ്ങൾ അറിയാലോ. അതായത് മറ്റ് കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വ്യക്തികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം കാണത്തില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, അതിൽ അവർക്കും താല്പര്യമില്ല. എൻ്റെ അർത്ഥം, നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവുന്ന ആ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും? നമ്മൾ കൃഷ്ണപ്രേമത്തിന്റെ അവസ്ഥയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ കുറിച്ചുള്ള അന്വേഷണം സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ സ്ട്രോങ് ആയിട്ട് അന്വേഷണം ഇരിക്കുന്ന വ്യക്തി പൊതുവെ ഹൈലി ഇൻഫ്ലമേബിൾ അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്.
അതായത് ഒരു പെട്രോളിൻ്റെ അടുത്തൊരു തീപ്പെട്ടി കൊള്ളി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സ്ട്രോങ് സെർച്ച് ആയതുകൊണ്ട് കൃഷ്ണപ്രേമത്തിൻ്റെ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. ശരീരമായിട്ട് ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവങ്ങളിൽ, അതായത് നമ്മൾ കണ്ണുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ, ഭഗവാനായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ, എന്തെങ്കിലും ഒരു സ്പർശനം, ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച തുളസിയോ അങ്ങനെ എന്തെങ്കിലും ഭഗവാന്റെ നാമം നമ്മൾ നാവ് കൊണ്ട് ഉരുവിടുന്ന സമയത്തോ, അത് ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഉള്ളിലുള്ള ആ ഫീലിങ്സിനെ ആളിക്കത്തിക്കും. അതിലൂടെ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ, അതാണ് രോമാഞ്ചവും കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരുന്നതും കിടന്നുരുളുന്നതുമൊക്കെ. അത് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കുന്ന ഇമോഷൻസ് അല്ല, ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇത് ആർക്ക് വേണമെങ്കിലും കോപ്പി ചെയ്യാൻ പറ്റും. നല്ലൊരു നടന് ഇതൊക്കെ അഭിനയിച്ചെടുക്കാൻ പറ്റും. അതായത് രോമാഞ്ചം വരുന്നതായിട്ട് കാണിക്കാൻ പറ്റും, കണ്ണീന്ന് കരച്ചിൽ കൊണ്ടുവരാൻ പറ്റും, മണ്ണിൽ കിടന്ന് ഉരുളാൻ പറ്റും, തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ഒറിജിനൽ അല്ല. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ സംഭവിക്കുന്നതാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കലി അത് വരേണ്ടതാണ്. അത് വരുത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട. ഭഗവാനോട് കൃഷ്ണപ്രേമത്തിന് വേണ്ടി യാചിക്കും. കൃഷ്ണപ്രേമം ലഭിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങും. അത് വരുന്ന സമയത്ത് നമ്മൾ അതിനെ നിയന്ത്രിക്കാനും കൂടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് അൺകൺട്രോൾഡ് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മളത് എല്ലാവരും കാണണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചിന്ത വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഇതുവരെയും കൃഷ്ണപ്രേമം കിട്ടിയിട്ടില്ല എന്നാണ്. നമ്മൾ ആ റെക്കഗ്നീഷൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആ പ്രദർശിപ്പിക്കുകയാണ്. അത് വീണ്ടും അഭിനയമായിട്ട് മാറും, പ്രഹസനമായിട്ട് മാറും. പക്ഷെ അങ്ങനെയല്ല. അത് ഒറിജിനലാണെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ തോന്നത്തില്ല. അതൊരു രഹസ്യമായിട്ട് ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ഫീലിങ്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ പണ്ടത്തെയൊക്കെ കൂട്ടുകുടുംബം അല്ലേ, കൂട്ടുകുടുംബത്തിൽ ചിലപ്പോൾ ഭർത്താവ് ദൂരെ എവിടെയെങ്കിലും ജോലിക്ക്, ഗൾഫിലോ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഭാര്യ എപ്പോഴും ഭർത്താവിനെ കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അമ്മായിയമ്മയെ അറിയിക്കത്തില്ല, വീട്ടിൽ ആരെയും അറിയിക്കത്തില്ല. നോക്കുമ്പോൾ അവരെല്ലാ ജോലികളും എല്ലാം ചെയ്തുകൊണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഭർത്താവിൻ്റെ ഒരു എഴുത്ത് വരുമ്പോഴോ ഒരു ഫോൺ വരുമ്പോഴോ, മനസ്സിലായില്ലേ? ഇത് ഒരു ഭൗതിക ഉദാഹരണമാണ്. പക്ഷെ അതേപോലെയാണ് ഒരു ഭക്തൻ ഇരിക്കേണ്ടത്. ഭക്തൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെക്കുറിച്ചുള്ള സെർച്ച് വളരെ സ്ട്രോങ് ആയിരിക്കണം. പുറമെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സെർച്ച് വളരെ സ്ട്രോങ് ആയിരിക്കും. ആ സമയത്ത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുമ്പോൾ അൺകൺട്രോൾഡ് ആയിട്ട് പോകും. അൺകൺട്രോൾഡ് ഇമോഷൻസ് ആയിട്ട് മാറണം. അതാണ് കൃഷ്ണപ്രേമം. പക്ഷെ ആ അൺകൺട്രോൾഡ് ഇമോഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും, ഓൾവേസ്. ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് വായിക്കുമ്പോൾ എപ്പോഴും അതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കൃഷ്ണപ്രേമം കിട്ടിയ. അത് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ അർത്ഥം ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ യാചിക്കണം ഭഗവാനോട്. നമ്മൾ എത്ര സിൻസിയറായിട്ട് നാമം ജപിക്കുന്നു, എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നു, ആ ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് കൃഷ്ണപ്രേമം നൽകുന്നത്. ക്ലിയർ ആണ്? കമൻസിലിടൂ. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അതിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു പരമോന്നതമായിട്ടുള്ള ആ കൃഷ്ണപ്രേമം പെട്ടെന്ന് ആർക്കും കിട്ടുന്നതല്ല. എത്രയോ യുഗങ്ങളോളം തപസ് ചെയ്താൽ പോലും കിട്ടാത്തതാണ്. പക്ഷെ അത്രയും പരമോന്നതമായിട്ടുള്ളൊരു സിദ്ധി, ഏറ്റവും വലിയ സിദ്ധിയാണ്. ചെറുതാവുന്നതും വലുതാവുന്നതും പറക്കാനും കഴിവുന്നതും അതിനൊക്കെ അപ്പുറത്തായിട്ടുള്ള പരമോന്നത സിദ്ധിയാണ് കൃഷ്ണപ്രേമം. ആ പരമോന്നത സിദ്ധിയാണ് ചൈതന്യ മഹാപ്രഭു വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും നൽകാൻ തയ്യാറായിട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അത് വേണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. കൃഷ്ണപ്രേമം വേണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. നേരത്തെ പറഞ്ഞില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോഴും ഭൗതിക സുഖഭോഗങ്ങളോടാണ് താല്പര്യം. അതുകൊണ്ടാണ് നമുക്ക് കൃഷ്ണപ്രേമത്തിൻ്റെ അടുത്തോട്ട് എത്താൻ കഴിയാത്തത്. ക്ലിയറായോ? ഇതാണ് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും
ആ കൃഷ്ണപ്രേമത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവരും ഭൗതിക ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ആത്മാർത്ഥമായിട്ട് ഭക്തിയിൽ പുരോഗമിക്കാൻ ശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.